മർഹബാ മർഹബാ ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ്. എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു എന്ന് വിളിച്ചു പറഞ്ഞവരില്ലേ? കാരണം അവർ മരണവും കാത്തിരിക്കുകയാണ്. അവരിവിടെ ജീവിക്കുന്നത് യജമാനനായ റബ്ബിന് ഡ്യൂട്ടി എടുക്കാനുള്ള ടൈം കൂടുതൽ കിട്ടാൻ, റബ്ബിനൊരു സുജൂദ് വർദ്ധിപ്പിക്കാൻ, റബ്ബിനൊരു തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ ഒരു അൽഹംദുലില്ലാ കൂടുതൽ ചൊല്ലാൻ, ഒരു 10 സലാത്ത് കൂടുതൽ ചൊല്ലാൻ, ഒരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ, ഒരു സുന്നത്ത് നോമ്പ് കൂടി ചെയ്യാൻ, അതിനു വേണ്ടി ഇവിടെ ജീവിക്കുന്നവർ ആഗ്രഹിച്ചു. നേരെ മറിച്ച് ഈ ജീവിതത്തെ ആശിച്ചിട്ടല്ല, അവരുടെ മനസ്സിലെ ചിന്ത പാരത്രിക ലോകം തന്നെ, അതിനു വേണ്ടിയുള്ള ഒരുക്കം തന്നെ. ആ ഒരുക്കത്തിനിടയിൽ മലക്കിങ് വന്നപ്പോൾ ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നു, മർഹബാ എന്ന് പറഞ്ഞ് സ്വീകരണം നൽകി. ആ മരണം സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങണം സഹോദരന്മാരെ. ആ ഒരുക്കമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ വിജയം. അതിനാദ്യം എന്ത് വേണം? ആദ്യം ഈ താഴ്ന്ന ദുനിയാവിനെ ഖൽബിൽ നിന്ന് തലാഖ് ചൊല്ലണം. ഈ താഴ്ന്ന ദുനിയാവിനെ പൂജിക്കുന്ന മനസ്സ് വലിച്ചെറിയണം. ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള മഹത്വത്തിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പാരത്രിക ലോകത്തിനാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെയും എടുത്തിങ്ങനെ പോകുന്നു, മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടി മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു വലിയ കുതിരപ്പുറത്തൊരു വലിയ നേതാവ് വന്നിറങ്ങി. ആളുകളൊക്കെ ആ നേതാവിനെ ബഹുമാനിക്കുന്നു, എല്ലാവരും സ്വീകരണം നൽകുന്നു. ഈ മുല കൊടുക്കുന്ന ഉമ്മ, മുല കുടിക്കുന്ന കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിയോടുള്ള സ്നേഹവാത്സല്യത്താൽ ഈ ഉമ്മ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ ബിനി മിസ്ല, അല്ലാഹുവേ എന്റെ മകനെ ഈ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ നേതാവിനെ പോലെ നീയൊന്ന് ആക്കിത്തരണം അല്ലാഹ്. മകന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഉമ്മ ഈ പ്രാർത്ഥന നടത്തിയപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, മുല കുടിക്കുന്ന കുട്ടി മുലയങ്ങ് വിട്ടുകളഞ്ഞു. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ല, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല അല്ലാഹ്. ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവിനെ പോലെ എന്റെ മകൻ പുരോഗമിച്ചാകണമെന്ന് ആശിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഉമ്മക്കെതിരെ കുട്ടിയുടെ ദുആ, എന്നെ അവനെ പോലെ ആക്കല്ല അല്ലാഹ്. സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി സംസാരിക്കുന്നു, അത് തന്നെയും കുട്ടിക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നു. ഉമ്മ അത്ഭുതത്തോടെ ആ ഉമ്മ പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോ കുറെ ആളുകൾ കൂടി ഒരു സ്ത്രീയെ കല്ലെറിയുന്നു, ഒരു സ്ത്രീയെ ചീത്ത പറയുന്നു, ആ സ്ത്രീയെ കുറ്റം പറയുന്നു. ചിലര് പറയുന്ന സറക്കത്തി നീ കട്ടിട്ടുണ്ട്, ചിലര് പറയുന്ന സനൈത്തി നീ വ്യഭിചരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ പേരിൽ ആരോപണത്തിന്റെ മേൽ ആരോപണം തന്നെ. എല്ലാവരും പെണ്ണിനെ ശകാരിക്കുന്നു. ഈ ഉമ്മക്ക് വേദന തോന്നി. ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ബിനി മിസ്ല, അല്ലാഹുവേ എന്റെ മകനെ ഒരിക്കലും ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ സ്ത്രീയെ പോലെ നീ ആക്കല്ലേ അല്ലാഹ്. മുല കുടിക്കുന്ന കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി മുല വിട്ടുകളഞ്ഞു. പടച്ച റബ്ബിനോട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനി
മിസ്ലഹാ. അല്ലാഹുവേ, ആ സ്ത്രീയെ പോലെ എന്നെ ആക്കിത്തരണേ അല്ലാ. ഉമ്മ ചോദിക്കുന്ന എന്ത് അത്ഭുതമാണ് കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത നീ സ്ഫുടമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ആദ്യം നീ ഒരു നേതാവാകണമെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചപ്പോ നീ അത് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, അവമതിക്കപ്പെടുന്ന ഒരാളാകരുതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പെണ്ണിനെ ജനങ്ങൾ ശകാരിക്കുന്നത് കണ്ടപ്പോ അതുപോലെ എന്റെ മകനായി പോകരുതെന്ന നിലക്ക് വാത്സല്യപൂർവ്വം പ്രാർത്ഥിക്കുമ്പോ നീ അതിനെതിരെയും പ്രാർത്ഥിച്ചല്ലോ മോനെ. അല്ലാഹു ആ കുട്ടിക്ക് വീണ്ടും സംസാരത്തിന് ശക്തി നൽകുന്നു. ആ മുല കുടിക്കുന്ന കുട്ടിയുടെ മറുപടി, ഉമ്മ, ആദ്യം നിങ്ങൾ ഒരു വലിയ നേതാവിനെ കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനെ കണ്ടപ്പോ അതുപോലെ എന്നെ ആക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ മനുഷ്യൻ കിബറനാണ് ഉമ്മ, മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരിയാണ് ഉമ്മ. ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ്, പടച്ചവന്റെ അടുക്കൽ അവനൊന്നുമല്ല. അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. റബ്ബിന്റെ അടുക്കൽ അവൻ പരാജിതൻ തന്നെ. അതേ സമയത്ത് നിങ്ങൾ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന പെണ്ണിനെ കണ്ടില്ലേ? വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. ഇങ്ങനെ ജനങ്ങളൊക്കെ അവളെ കുറ്റം പറയുമ്പോ വാസ്തവത്തിൽ അവൾ കട്ടിട്ടില്ല, വാസ്തവത്തിൽ വ്യഭിചരിച്ചിട്ടില്ല, വാസ്തവത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞുണ്ടാക്കുകയാണ്. വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. എനിക്കല്ല മതി, എനിക്കല്ല മതി, എനിക്കല്ല മതി. എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവുണ്ടല്ലോ, ആ പെണ്ണ് തവക്കുലിലാണ് ഉമ്മ. അല്ലാഹുവിങ്കിൽ ഹുബ്ബുള്ള പെണ്ണാണ് ഉമ്മ. ഈ ചെറിയ കുട്ടി മറുപടി പറയുന്ന ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർക്ക് മറ്റവന്റെ മനസ്സിലെ കിബിർ അറിയാൻ കഴിയും, മറ്റവന്റെ മനസ്സിലെ അസൂയ അറിയാൻ കഴിയും. അങ്ങനെ ഔലിയാക്കളെ കൂട്ടത്തിൽ മനസ്സ് വായിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഔലിയാക്കളെ കൂട്ടത്തിൽ തന്നെ കുതുബായി വന്നോവർ, വയസ്സ് വേണമെന്നില്ല, പ്രസവിക്കപ്പെടുമ്പോ തന്നെ കുതുബായവരുണ്ട്. ഈ കുട്ടി അതിൽപ്പെട്ടതാണ് കേട്ടോ. മുല കുടിക്കുന്ന സമയത്ത് തന്നെ മുതലാളിയുടെ മനസ്സിലെ കിബിർ നോക്കി പറയാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നു. കുതുബായി വന്നോവർ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അതിലേക്കുള്ളൊരു കുട്ടിയാണിത്. അതിന്റെ പുറമെ തെറ്റ് ചെയ്യാത്ത ആള്, തെറ്റ് ചെയ്യാത്ത നിരപരാധിയാണെന്ന് ഈ കുട്ടിക്ക് പറയാൻ കഴിയുന്നു. ആ പാവപ്പെട്ട പെണ്ണിന് അല്ലാഹുവിങ്കലുള്ള സ്ഥാനം ഈ കുട്ടി അറിയുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാർക്ക്, കൊടുക്കേണ്ടതാർക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ട്. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യം പറയുന്നവരുണ്ട്. അതുപോലുള്ള വലിയ കറാമത്തുള്ള കുട്ടിയാണിത്. ഇരിക്കട്ടെ, ഞാൻ ആ ഹദീസ് പറഞ്ഞ നീണ്ട ഹദീസാണത്, അതിന്റെ ഒരു ഭാഗമാണ്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് സൂചിപ്പിച്ചത് എന്തിനാണ്? ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനം മഹാന്മാര് ചിന്തിക്കുന്നില്ല. അവര് ഈ ലോകത്തെ അവരെ മനസ്സുകൊണ്ട് അവര് തലാഖ് ചൊല്ലി. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഭൗതികമായ ലോകത്തുള്ള ഫിത്നകളിൽപ്പെട്ട് എന്റെ ഈമാൻ നശിച്ചുകൂടാ, എന്റെ അമല് നശിച്ചുകൂടാ. ഇതൊരു വിദേശ രാജ്യത്തുകൂടെയുള്ള യാത്ര മാത്രമാണ്. എനിക്ക് എന്നെന്നും നിൽക്കേണ്ട ലോകത്തെ ജീവിച്ച്
ഞാൻ മരിച്ചു പോകുമ്പോൾ ഈമാനോടെ മരിക്കണം, തഖ്വയോടെ യാത്ര ചെയ്യണം. അതിന്റെ മുന്നിൽ സ്ഥാനമാനം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല, എന്റെ കൂട്ടാളികളുടെ അഭിപ്രായം പ്രശ്നമല്ല, എന്റെ പാരത്രിക ലോകം വിജയിക്കലാണ് പ്രശ്നം. ഈ ചിന്തയിൽ ജീവിച്ചവരാണ് മരണത്തിന്റെ സമയത്ത് ജഅൽ ഹബീബ് ജഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നുപോയി, സ്വാഗതം തന്നെ.